മനസ്സിലായില്ലേ? ഹലോ, ഇതൊരു രാജാവാണോ? താഴെ എന്ത് കിട്ടിക്കുന്നേ? പാവാട. അതോ അത് രാജാവിന്റെ ഏത് രാജാവിന്റെ? കൊച്ചി രാജാവിന്റെ. അല്ല, ആ പിന്നെ മജ്നുവിന്റെ പെൻഷൻ. അല്ല, മക്കള് രാജാവാണോ? രാജാവാണ്. രാജാവിന്റെ ഷൂ എന്തെങ്കിലും ഇരിക്കണേ? അത് ശരിയാതില്ല. രാജാവിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. അതെന്തിനാണ് അങ്ങനെ വളർത്തി പെട്ടെന്ന് എനിക്ക് കുമാരസ്വഭാവമൊക്കെ എനിക്ക് പെട്ടെന്ന് വളഞ്ഞ സ്വഭാവമുള്ള രാജാവാണ്. അല്ല, എല്ലാ രാജാക്കന്മാരും ഈ ചെരുപ്പിന്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കും. നടക്കാനും ബുദ്ധിമുട്ട്. എന്നാലും രാജാവെന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ നാളത്തെ രാജ്ഞിയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇട്ടോണ്ട് വന്നത് അവിടെ കിട്ടില്ലേ? മദ്രാസിൽ കിട്ടും. ചെവിക്കല് പോയി മക്കളെ. മോനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അതെ, ഇത്രയും സൗന്ദര്യമുള്ള രാജാവ് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, ശരി രാജാവേ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അടുത്ത്? ഉണ്ട്. നല്ല രാജകീയമായ ഒരു ചോദ്യം വരട്ടെ. ആ ആ ആ ഈ അക്ഷരം വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വാക്ക്. WMO അല്ലേ? WMO. OMG. No. മൗ. അല്ല. Meow. അല്ല. WOM. No, no. No, no. അല്ല. ഞങ്ങൾ തോറ്റു. തോറ്റല്ലേ? അറിഞ്ഞാലേ? ധനം. അത് ധനം എങ്ങനെ എഴുതാറിയോ? അങ്ങനെ എഴുതുന്നത് അത് W പോലെ എഴുതുന്നത്. അപ്പൊ ഞാൻ മോളത്ത് M പോലെ ഒരു വീഡിയോ കണ്ടത് ഇതിലെങ്ങനെ പറയുന്ന അറിയാം? വീഡിയോ കണ്ടാൽ ഞാൻ ചവിട്ടി പൊട്ടി. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത കുഞ്ഞു ചോദിക്കാം. കേരളത്തിലെ പരുന്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? പരുന്തിനോ? എനിക്കറിയാം. ബുദ്ധൂക്കി. പരുന്തുംപാറ. അല്ല. ജഡായുപ്പാറ. അല്ല. പരുന്ത് ഇഷ്ടമുള്ള സ്ഥലം കേരളം. അല്ല. കോഴിക്കോടാണ്. അല്ല. ഒരു ക്ലൂ എങ്കിലും. അതിന്റെ ആദ്യത്തെ അക്ഷരം വ്യഞ്ജനാക്ഷരത്തില് പിള്ളേരുടെ തലയിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള റാഞ്ചി. ഒരു ലേഡിയെ സാറ എന്ന് വിളിക്കുന്ന ആരായിരിക്കും? ഒരു ലേഡിയെ സാറേ സാറ എന്ന് വിളിക്കുന്ന ആരായിരിക്കും? ഭർത്താവ്. സാറയുടെ ഭർത്താവ്. സാറയുടെ ഭർത്താവ് സാറ. ഞാൻ പോവാ മക്കളെ. ഏത് പാട്ടാ പാടുന്ന മൗലി? അത് പറഞ്ഞില്ലേ? ഞാനാണെങ്കിൽ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ പറയൂ. ചെവിയുടെ ഡയഫ്രം അടിച്ചു മക്കളെ. ബാക്കി കാര്യങ്ങൾ മ്യൂസിക് ലിറിക്സ്. ഓക്കെ, ലിറിക്സ് മാസ്റ്റർ. ഓക്കെ, പാടിയത് വെരി ഗുഡ്. സിനിമ ഇവിടെ പാടാൻ സമ്മതിക്കത്തില്ല. രാജാവിന്റെ പേരെന്താ? അതിനു മുമ്പ് ആ ഭാര്യയുടെ പേര്. രാജാവ് സിനിമയുടെ പേര് പറയാതെ ഇവിടെ പാടാൻ അനുവദിക്കുന്നുണ്ട്. ഗുഡ് ബോയ്. ഇനി രാജാവിന് പാടാം. 1962. ഇതാണ് രാജാവ്. അതെ, ഓൾ ദി ബെസ്റ്റ് രാജാവേ. താങ്ക് യു.
എന്നാ പോകത്തില്ല. കിളിയല്ല, നീ എന്ത് കുന്തമാണെങ്കിലും ശരി, ജന്മം ചെയ്താൽ പോകത്തില്ല. ഓക്കെ സന്തോഷായോ? ഹാപ്പി ആയില്ലേ? കിളിയും പാദുഷയും എന്ന് വേണ്ട, മുത്തുപതിച്ചൊരു കുളവും ഒരു കൂടുമായി അല്ലേ? കൂടും. പിന്നെ ഹിന്ദുസ്ഥാൻ, ഇതുമാണ് ഈ ഹിന്ദുസ്ഥാനിലെ രാജകുമാരൻ. ഹിന്ദുസ്ഥാനിലെ രാജകുമാരൻ സിന്ദൂര ചെപ്പുമായി വന്നാലും അയാൾക്ക് വേറൊന്നും കിട്ടിയില്ല. ഈ സിന്ദൂര ചെപ്പല്ലാതെ വേറെ വൈരമോ രത്നമോ രത്നക്കുടവുമായി വന്നാലും എന്നാ കിളി പോവൂ. എന്നാലും പാട്ട് മോനെ അടിച്ചു പൊളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നവരോട് വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാരും കൈ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. ആക്ഷൻ കാണിച്ച് ആ അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി. മതിയോ? എന്തെങ്കിലും വേണോ കൂടുതല്? എന്തെങ്കിലും രത്നങ്ങളോ പൂക്കുറ്റിയോ എന്തെങ്കിലും മക്കൾക്ക് വേണോ? ഇവിടുന്ന് എപ്പോഴും പോകുമ്പോളേ ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട്. ആണോ? എവിടെ? അങ്കമാലി. ഓ, എന്താ കഴിക്കുക അവിടെ കയറി? ബിരിയാണി. ബിരിയാണി ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാ? പിന്നെ പൊരിച്ച മുട്ട. ഈ ബിരിയാണി അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കും. പിന്നെ എന്റെ കൂടുതൽ പപ്പടം. പപ്പടം. അപ്പൊ ഞാന് ഒരു ദിവസം അവിടെ കയറിയപ്പോള് ഒരു ആന്റി പറഞ്ഞ് ഈ ടോക്സിക്കൽ പാടുന്ന കുട്ടിയല്ലേ അപ്പൊ ഞാൻ വന്ന് കാണുന്നത്. അപ്പൊ ബിരിയാണി ഫ്രീ. അപ്പൊ ഓല എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞത്? ഒരു ചോദ്യം. അതൊരു ചോദ്യം. കാണുന്ന ഈ കമന്റ്സിൽ എഴുതി അറിയാം. അടുത്ത് എനിക്കറിയില്ലെങ്കിൽ വേണമെങ്കിൽ ഓർക്കസ്ട്രക്കാരോട് ചോദിക്കാം. അത് നമ്മളോടുള്ള ക്വസ്റ്റ്യനാണ്. അല്ല, ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കൂ. നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അറിയത്തില്ല. നിങ്ങൾ പറയൂ. പറയൂ. ചോദ്യം കേട്ടോ നിങ്ങള്. ചോദ്യം ഇതാണ്. അവനൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച് തുറന്നു നോക്കിയപ്പോ ഒരു മുട്ടയിരുന്നു. അതിന്റെ വെളിയിൽ പപ്പടം വെച്ച് വഴിയായിരിക്കും. എന്നിട്ട് ഇരുന്നപ്പോഴത്തെ ഒരാൾ വന്ന് ചോദിച്ചു, ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? ഡിസ്കസ് ചെയ്യോ? ഒരു ഹോട്ടലിലെ ചേച്ചിയൊന്നും വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോടി വില ഇട്ടു. ഒരു കോടി വില ഇട്ടു. നിന്റെ മറുക കണ്ടാണ്. അതായിരുന്നു ഉത്തരം. എനിക്ക് ഒരുപാട് സോറി കേട്ടോ. അതൊരു ബ്യൂട്ടി സ്പോട്ട്. അതിന്റെ മറുക മറ്റേ മുട്ട ഇരിക്കുന്നവൾ ഒളിഞ്ഞായിരിക്കുന്ന പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ? പൈസ കൊടുക്കണം. പക്ഷേ ഞങ്ങൾ പൈസ കൊടുക്കല്ല. ഫോൺ പേ ചെയ്യാ. പൈസ കൈ കൊണ്ടല്ലോ. ഞാൻ തെറ്റിദ്ധരിച്ചു. കുഞ്ഞു ഓച്ചയായിട്ട് ജീവിക്കുകയാണ്. മാളാരവിന്ദൻ ചേട്ടൻ പറഞ്ഞത് ഞാനേ ഉടലേ കയറി വെള്ളത്തിലാണോ കരയിലോ? കേരളം. തമിഴ്നാട്. ഇന്ത്യയല്ല. ഇന്ത്യൻ സംസ്ഥാനത്തിലല്ല. അതിന്റെ പുറത്തുള്ള ഒരു സാധ്യത. അബുദാബി. അമേരിക്ക. സൗദി അറേബ്യ. സൗദി അറേബ്യ. കുവൈറ്റ്. ഖത്തർ. ലണ്ടൻ. ബഹ്റൈൻ. ശരി ഉത്തരം. അവിടെ ഇവിടെ വന്നാറിയോ? ഒരു വീട് വിൽക്കാൻ വന്നാ. വീട് വിൽക്കാൻ വന്നതാണോ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കൊച്ചു കിർമാണിയായി ഓർഡർ ഒരു ബിരിയാണി അയച്ചത് എന്തെല്ലാം കാര്യം എന്നിട്ട് പൈസ കൊടുക്കാതെ പിന്നെ വീണ്ടും കൊണ്ട്
വരുമ്പോ ആ ഹോട്ടലിൽ കയറി മോനെ, ഇത്രയും കേറിയാ മതി. അതെ മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. പാടിയതിനേക്കാളും മനോഹരമായിട്ട് ഹോട്ടലിൽ കയറി. വിഹാൻ, എനിക്ക് ഈ ഡ്രസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തരുമോ മക്കളെ? ഹസ്ബൻഡ് ഒരു വിരലിടാനേ എന്തായാലും ഇഷ്ടപ്പെട്ടു അങ്കിളിന്. പാട്ടും വളരെ നന്നായിട്ട് പാടി കേട്ടോ വിഹാൻ കുട്ട. വെരി ഗുഡ്. ഗുഡ് ഞാൻ കുട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. നന്നായിട്ട് പാടിട്ടോ. മജ്നു പേരല്ലേ? ലൈല എവിടെ ഇപ്പോ? ലൈല കിടന്ന് ഉറങ്ങുന്നു. രാജകുമാരി ധൈര്യോ? അരവിന്ദനെ പോലെ. എടാ ഇത് നീട്ടിയിരുന്നെങ്കിൽ ഈ 50 പ്രാവശ്യം പോയിട്ട് വരുന്ന ആ ഹോട്ടലിൽ തന്നെ. അപ്പൊ അവരുടെ അന്വേഷണം പറയട്ടോ. അടുത്താണ് ഞാനും പോകും അവിടെ. കാരണം വേണമെന്നുണ്ടെങ്കിൽ ആ വീടും എനിക്ക് തരും. ഞാൻ ബിരിയാണി മതി. എന്തായാലും പാട്ട് നന്നായി, ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായി. രാജാവിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. ഓക്കെ, ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകഴേ.